ഇസ്രയേൽ ഹമാസ് താൽക്കാലിക യുദ്ധവിരാമ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ രൂപരേഖ പ്രകാരം 13 സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന ഹമാസ് കസ്റ്റഡിയിലുള്ള ഇസ്രായേൽ ബന്ദികളുടെ ആദ്യ സംഘം പ്രാദേശിക സമയം ഏകദേശം 4 മണിക്ക് മോചിപ്പിക്കപ്പെടും. ഇവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. റെഡ് ക്രോസ് അവരെ റാഫ അതിർത്തി ക്രോസിംഗിലേക്ക് കൊണ്ടുപോകുകയും തിരിച്ചറിയൽ പ്രക്രിയയ്ക്കായി ഇസ്രായേൽ സൈന്യത്തിന് കൈമാറുകയും ചെയ്യും. തടവുകാരെ ശാരീരികവും മാനസികവുമായ പരിശോധനകൾക്കായി ടെൽ അവീവിലെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകും. പകരമായി 39 പലസ്തീൻ തടവുകാരെ ഇസ്രായേലിൽ നിന്ന് ആദ്യ ദിവസം മോചിപ്പിക്കും. ഹൈഫയുടെ തെക്ക് കിഴക്കുള്ള ഡാമൻ, മെഗിദോ എന്നീ 2 ഇസ്രായേലി ജയിലുകളിൽ നിന്നാകും അവരെ മോചിപ്പിക്കുക. തുടർന്ന് ഇസ്രായേൽ മോചിപ്പിച്ച പലസ്തീൻ തടവുകാരെ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലെ ഓഫർ ജയിലിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് അടുത്തുള്ള ക്രോസിംഗിലേക്ക് കൊണ്ടുപോയി അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറും. തുടർന്നുള്ള മണിക്കൂറുകളിൽ അത്യാവശ്യമായ മാനുഷിക സഹായം ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് എത്തിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിദിനം 200 സഹായ ട്രക്കുകളും കൂടുതൽ ഇന്ധന ട്രക്കുകളും ഗാസയിലേക്ക് പ്രവേശിക്കുമെന്നും സൂചനയുണ്ട്.